SSCG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടിട്ട് സോഷ്യൽ സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. പലരും ഇത്തവണ കേട്ടിട്ട് കിട്ടാത്തതിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇനി അടുത്ത കേട്ടിട്ടിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളതാണ്. ഓരോ വർഷം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ തവണയും എക്സാമിൻ്റെ ടഫ്നെസ് കൂടി വരികയാണ് ചെയ്യുന്നത്. സോ എത്രയും നേരത്തെ പഠനം തുടങ്ങി നിങ്ങളുടെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാനുള്ള ആദ്യപടി നിങ്ങളിപ്പോഴേ തുടങ്ങണം എന്നുള്ളതാണ്. പലരും പഠിച്ചു തുടങ്ങിയവരുണ്ടാവും. ഇനിയും തുടങ്ങാത്തവരോടാണ് ഞാൻ പറയുന്നത്, നേരത്തെ പഠിച്ച് ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പുതിയ SCERT ടെക്സ്റ്റുകളൊക്കെ ഇറങ്ങി തുടങ്ങി, അപ്പോൾ അതെല്ലാം നോക്കേണ്ടതുണ്ട്. സോ നിങ്ങൾ ഇപ്പോഴേ പഠനം തുടങ്ങിയാലേ നിങ്ങൾക്ക് അടുത്ത എക്സാം ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല മാർക്കോട് കൂടിയിട്ട് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ കേട്ടിട്ട് സോഷ്യൽ സയൻസ് PDF ബാച്ചിന് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഡെയിലി നോട്ട്സ് അയച്ചു തരുന്ന രൂപത്തിലാണ് നമ്മൾ ക്ലാസ്, അല്ലെങ്കിൽ ക്ലാസ് അല്ല മറിച്ച് PDF നോട്ട്സാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡെയിലിയാണ് നമ്മൾ നോട്ട്സ് അയച്ചു തരുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന റാബി വിള. നമ്മുടെ ചാനലിൽ ഒരുപാട് സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി വീഡിയോസ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും അത് കാണുക. SCERT 10th പുതിയ ടെക്സ്റ്റ് നമ്മൾ ഡെയിലി എന്ന രൂപത്തിൽ വായിച്ച് അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും എല്ലാ വീഡിയോസും കണ്ടു നോക്കുക. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന റാബി വിള ഏത്? നെല്ല്, കരിമ്പ്, ചണം, ഗോതമ്പ്. ഏതാണ് ദ റാബി ക്രോപ്പ് വിച്ച് ഈസ് എക്സ്റ്റെൻസീവ്ലി കൾട്ടിവേറ്റഡ് ഇൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ? നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ എക്സ്റ്റെൻസീവ്ലി കൾട്ടിവേറ്റ് ചെയ്യുന്ന റാബിയാണ് ചോദിച്ചിട്ടുള്ളത്. റാബി വിള ഏതാണ്? നെല്ല്, കരിമ്പ്, ചണം, ഗോതമ്പ്. റൈസ്, ഷുഗർ കെയിൻ, ജ്യൂട്ട്, വീറ്റ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? വീറ്റ് ആണ് അല്ലേ. ഗോതമ്പാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന റാബി വിള ഏതാണെന്ന് ചോദിച്ചാൽ അത് വീറ്റാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വിളകളുമായി ബന്ധപ്പെട്ട ആ സീസൺസിനനുസരിച്ചിട്ടുള്ള ആ റാബി ഖാരിഫ് സെയ്ദ് എന്ന് പറയുന്ന ആ ഒരു ചാർട്ട്, ടെക്സ്റ്റിലുള്ള ആ ഒരു ചാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചേക്കണം. ഏത് സമയത്താണ് അല്ലെങ്കിൽ ഏത് സീസണിലാണ് ഓരോ വിളയും കൃഷി ചെയ്യുന്നത്, ഏതൊക്കെയാണ് പ്രധാന ഇനങ്ങൾ എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് പോവുക. എല്ലാ എക്സാമിനും ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ കാണാറുണ്ട്. നെക്സ്റ്റ് ഒരു ഹിസ്റ്ററി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവിൻ്റെ പേരെഴുതുക. നെയിം ദി ഓഥർ ഓഫ് ദ ബുക്ക് അർത്ഥശാസ്ത്ര. കൗടില്യ, ഹരിസേന, കാളിദാസ, വിശാഖദത്ത. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആരാണ് അർത്ഥശാസ്ത്രം എഴുതിയത്? കൗടില്യനാണ് അല്ലേ. കൗടില്യനാണ് അർത്ഥശാസ്ത്രം എഴുതിയത്. കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ എന്നും അദ്ദേഹത്തെ പറയാറുണ്ട്. മൗര്യ സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്ത രാജാവിൻ്റെ അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് ആരറിയപ്പെടുന്നത്? കൗടില്യൻ അഥവാ ചാണക്യൻ അറിയപ്പെടുന്നത്. പോളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് ഏത്? അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല ഈ മൗര്യൻ എംപയറിലെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ആയിരുന്നു ആര്? ചന്ദ്രഗുപ്ത മൗര്യനും അതുപോലെ അശോക ചക്രവർത്തിയും. ഈ ചന്ദ്രഗുപ്ത മൗര്യനെ ഈ ഒരു ഭരണത്തിലേറാൻ സഹായിച്ചിരുന്നത് കൗടില്യനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനിൽ കാണിച്ചിട്ടുള്ള ഹരിസേനൻ ആരാണ്? ഹരിസേനൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് സമുദ്രഗുപ്തൻ്റെ കാലത്ത് അല്ലെങ്കിൽ ഗുപ്ത കാലഘട്ടത്തിലെ സമുദ്രഗുപ്തൻ്റെ കവിയായിരുന്നു ആര്? ഹരിസേനൻ. അദ്ദേഹമാണ് സമുദ്രഗുപ്തൻ്റെ അലഹാബാദ് പ്രശസ്തി അല്ലെങ്കിൽ പ്രയാഗ പ്രശസ്തി എഴുതിയത് ആരായിരുന്നു? ഹരിസേനനാണ്. മുന്നേ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. കാളിദാസിനെ പിന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും, അഭിജ്ഞാന ശാകുന്തളം, ഋതുസംഹാര എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി, മേഘദൂത് എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി കൃതികൾ എഴുതിയിട്ടുള്ള ആളാണ്. വിശാഖദത്തനും അതുപോലെ ആൻഷ്യൻ്റ് ഇന്ത്യയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പോയിറ്റ് അല്ലെങ്കിൽ റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളും നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. വിശാഖദത്തൻ്റെ പ്രധാനപ്പെട്ട കൃതി ഏതായിരുന്നു? മുദ്രരാക്ഷസ എഴുതിയത് വിശാഖദത്തനാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്ത് പോവുക. നെക്സ്റ്റ് ചോദ്യം, ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനം ഏത്? ഐഡൻറ്റിഫൈ ദ ആക്ടിവിറ്റി വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ സെക്കൻഡറി സെക്ടർ. ഫിഷിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, മാനുഫാക്ചറിങ്, ബാങ്കിങ്. ഫിഷിംഗ്, ഗതാഗതം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ബാങ്കിങ്. ഇതും ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ടേബിളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം നോക്കി വെക്കേണ്ടത് നിർബന്ധമാണ്. കാരണം ഈ ഭാഗത്തു നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ദ്വിതീയ മേഖല അല്ലെങ്കിൽ
സെക്കൻഡറി സെക്ടറിൽ വരുന്നത് ഏതാണ്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. സേവനമാണെങ്കിൽ ഏതിൽ പെടും? സേവനത്തിലാണ് ഏത് വരുന്നത്? ബാങ്കിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് വരുന്നത് ദ്വിതീയ മേഖലയിലാണ്, അഥവാ സെക്കൻഡറി സെക്ടറിലാണ്. ഒരു ഇക്കോണമിയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്, 3 മേഖലകളായിട്ട്: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. ഓക്കെ, ഈ ടെർഷ്യറി സെക്ടറിനെയാണ് നമ്മൾ എന്താണ് സേവന മേഖല എന്ന് പറയുന്നത്. സേവന മേഖലയിൽ പ്രധാനമായിട്ടും വരുന്നത് ബാങ്കിങ്, ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങളാണ്. ദ്വിതീയ മേഖലയിൽ വരുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇൻഡസ്ട്രിയും ഒക്കെ വരുന്നത്, വ്യവസായമൊക്കെ വരുന്നത് ദ്വിതീയ മേഖലയിലാണ്. അതുപോലെ പ്രൈമറി സെക്ടറിൽ വരുന്നത് ഏതാണ്? ഫിഷിങ്, മൈനിങ്, അഗ്രികൾച്ചറൊക്കെ വരുന്നത് എന്താണ് ഫസ്റ്റ് മേഖല അഥവാ പ്രാഥമിക മേഖലയിലാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, സൗരയൂഥത്തിലെ ആന്തരഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത്. സൗരയൂഥത്തിലെ ആന്തരഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത്. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ നമുക്കൊരു കൺഫ്യൂഷൻ വരും. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത് ഏത് എന്നല്ല ചോദിച്ചത്, സൗരയൂഥത്തിലെ ആന്തരഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ സ്മോളസ്റ്റ് പ്ലാനറ്റ് എമംഗ് ദി ഇന്നർ പ്ലാനറ്റ്സ് ഓഫ് സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലെ ഇന്നർ പ്ലാനറ്റുകളിൽ ഏറ്റവും ചെറുത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. മെർക്കുറി, വീനസ്, എർത്ത്, മാസ്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എ തന്നെയാണ്. മെർക്കുറിയാണ് വരുന്നത് അഥവാ ബുധനാണ്. അപ്പോൾ എന്താണ് ഇന്നർ പ്ലാനറ്റ്? സൂര്യനും ചിഹ്നഗ്രഹ വലയത്തിനും ഇടയിലുള്ള അതിനിടയിൽ വരുന്ന ഗ്രഹങ്ങളെയാണ് ഇന്നർ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഇന്നർ പ്ലാനറ്റിൽ ചെറുത് ഏതാണ്? അത് ബുധനാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇനി നിങ്ങളിതിൻ്റെ കൂടെ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഇന്നർ പ്ലാനറ്റ് ഏതാണെന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി ഇന്നർ പ്ലാനറ്റുകൾ ഏതാണെന്ന്, അതിൻ്റെ ഒരു 4 ഇന്നർ പ്ലാനറ്റുകൾ ഏതാണെന്ന് പറയാം. അപ്പോൾ അതൊന്ന് നോക്കുക. ഓക്കെ, നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. വേമ്പനാട്, ബേപ്പൂര്, വേളി, അഷ്ടമുടി. ഏതാണ് ദ ലാർജസ്റ്റ് ബാക്ക് വാട്ടർ ഇൻ കേരള? വേമ്പനാട്, ബേപ്പൂര്, വേളി, അഷ്ടമുടി. ഏതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്? കേരളത്തിലെ ലാർജസ്റ്റ് ബാക്ക് വാട്ടർ ആയിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? വേമ്പനാട് കായലാണ്. വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലായിട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, ദ ലാർജസ്റ്റ് റബ്ബർ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഏതാണ്? അത് ഓപ്ഷൻ ഡി, കേരള ആണ്. ഏതാണ്? ഓപ്ഷൻ ഡി, കേരളമാണ് കറക്റ്റ് ആൻസറായിട്ട് വന്നിട്ടുള്ളത്. ഓപ്ഷൻ ഡി, കേരള. ഓക്കെ, കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റബ്ബർ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. രണ്ടാമത് വരുന്നത് തമിഴ്നാടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചോർച്ച സിദ്ധാന്തവുമായി ബന്ധമുള്ളത്. WC ബാനർജി, ബിപിൻ ചന്ദ്രപാൽ, ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്രദത്ത്. ദ ഡ്രെയിൻ തിയറി ഈസ് അസോസിയേറ്റഡ് വിത്ത് WC ബാനർജി, ബിപിൻ ചന്ദ്രപാൽ, ദാദാഭായ് നവറോജി ആൻഡ് രമേശ് ചന്ദ്രദത്ത്. ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഡ്രെയിൻ തിയറി കൊണ്ടുവന്നത് ആരാണ്? കറക്റ്റ് ഓപ്ഷൻ സി, ദാദാഭായ് നവറോജിയാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പലർക്കും ചിലപ്പോൾ ടഫായിട്ട് തോന്നുന്നുണ്ടാകും, പക്ഷെ നമ്മൾ പ്രീവിയസ് വീഡിയോസ് കണ്ടിരുന്ന ആളുകൾക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തോന്നും. നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും മുന്നേയുള്ള വീഡിയോസിലെല്ലാം ഇത്തരം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഫാക്ട്സുകൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോർച്ചാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് വരുന്നത് ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹമാണ് ചോർച്ചാ സിദ്ധാന്തം കൊണ്ടുവന്നത്. അപ്പോൾ എന്താണ് ചോർച്ചാ സിദ്ധാന്തം? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ട് ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയും കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ വാങ്ങിച്ചിട്ട് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ കൊണ്ടുപോയിട്ട് അത് പുതിയ ഉൽപ്പന്നങ്ങളാക്കിയിട്ട് പ്രൊഡക്റ്റ് ആക്കിയിട്ട് തിരിച്ച് ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്ന് ഇന്ത്യയെ ഒരു മാർക്കറ്റാക്കിയിട്ട് കൂടുതൽ വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു തിയറി, അപ്പം ഇങ്ങനെ ഇന്ത്യയുടെ സമ്പത്ത് ആര് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്? ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ തിയറിയാണ് ഡ്രെയിൻ തിയറി. ഇത് കൊണ്ടുവന്നത് ദാദാഭായ് നവറോജിയാണ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് വിവരിച്ചിട്ടുള്ളത്? ദ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ദ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കൃതിയിലാണ് ദാദാഭായ് നവറോജി അദ്ദേഹത്തിൻ്റെ ചോർച്ചാ സിദ്ധാന്തം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ
ചോർച്ചാ സിദ്ധാന്തം ഇന്ത്യൻ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഈ ഒരു ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. സോ അടുത്ത എക്സാമിന് നമുക്ക് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സോ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഏതൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക, അതിൻ്റെ എക്സ്ട്രാ ഫാക്ട്സ് കൂടെ പഠിച്ചു. അവിടെ ഡ്രെയിൻ തിയറി കൊണ്ടുവന്നത് ആരാണ് എന്ന് നോക്കുമ്പോൾ എന്താണ് ഡ്രെയിൻ തിയറി, അല്ലെങ്കിൽ ആരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ള കാര്യങ്ങളും കൂടെ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത തവണ ക്വസ്റ്റ്യൻസ് ആവർത്തിക്കില്ല, മറിച്ച് ആ കോൺസെപ്റ്റുകൾ തീർച്ചയായിട്ടും ആവർത്തിച്ചു വരും. സോ ഒരു കോൺസെപ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ഒരു കോൺസെപ്റ്റ് പഠിച്ചു പോയാൽ തീർച്ചയായിട്ടും അടുത്ത എക്സാമിന് നിങ്ങൾക്ക് ആ ഭാഗത്തു നിന്നും ഏത് ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ PDF ബാച്ചിന് ക്ലാസ് കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എക്സ്ട്രാ ഫാക്ട്സുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ സോഷ്യൽ സയൻസ് PDFകളും ടെക്സ്റ്റും പുതിയ ടെക്സ്റ്റ് PDFകളെല്ലാം നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ചെറിയൊരു എമൗണ്ടിനാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. താങ്ക്